പ്രണയത്തിലെ ഏറ്റവും മാധുര്യം നിറഞ്ഞ ഫീലിങ്സിൽ ഒന്നെന്ന് പറഞ്ഞ ആ മെമ്മറീസാ, കൂടെ ചെലവഴിച്ച നിമിഷങ്ങൾ. നേരത്തെ പറഞ്ഞ പോലെ പണ്ട് എപ്പോഴും മീറ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ മുഴുവൻ നേരവും നമ്മൾ വേറൊരു ലോകത്തായിരിക്കും. അയാൾ നമ്മൾ മാത്രമുള്ള ഒരു ലോകത്ത്. കൊച്ചു കൊച്ചു പരിഭവങ്ങളില്ലാത്ത ഒരു ബന്ധവും കാണത്തില്ല. പ്രണയത്തിലാവുമ്പോൾ അത് കൂടും. എന്നാൽ പണ്ട് ഈ പിണക്കങ്ങളുടെ എണ്ണം കുറവായിരുന്നില്ലേ? പ്രിയപ്പെട്ട ആ ആളെ വല്ലപ്പോഴൊക്കെ കാണൂ. അപ്പോൾ പിണങ്ങാൻ എവിടെയാ നേരം? എന്നാൽ ഇപ്പോഴും ഒരു മൊബൈൽ ഫോൺ മാത്രം മതി ഒരു 100 പിണക്കങ്ങൾക്ക്. കോൾ വെയിറ്റിംഗ് ആയിരുന്നു, എടുത്തില്ല, തിരിച്ചു വിളിച്ചില്ല, മെസ്സേജ് ചെയ്തില്ല, അങ്ങനെ ഒരു 100 പരാതികളാണ്. ഇനി ഒന്നുമല്ലെങ്കിൽ നമ്മളയാൾ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എവിടെയാ, എന്ത് ചെയ്യുക, ആരുടെ കൂടെയാ? പറഞ്ഞു വരുമ്പോൾ പിണങ്ങാനായിട്ട് മാത്രമേ കാര്യങ്ങളുള്ളൂ. എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങളും പിണക്കങ്ങളുമായിട്ടാണ് നമ്മൾ കഴിയുന്നത്. അപ്പോൾ എവിടെയാ ഓർമ്മകൾ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പിണക്കങ്ങളുമായി കഴിയുന്ന നമുക്ക് ഓർമ്മകളുണ്ടോ? ഇനി അഥവാ ഓർമ്മകളുണ്ടെങ്കിൽ തന്നെ അത് ഓർക്കാൻ സമയമുണ്ടോ? ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് സിൽവിയ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു റീനുവിൻ്റെ അടുത്ത്. റീനു അതേ ചോദ്യം ഇപ്പോൾ ചോദിക്കുക ഷമിതയുടെ അടുത്ത്. സിൽവിയ 1 വർഷമായിട്ട് ഒരു ആൺകുട്ടിയായിട്ട് പ്രണയത്തിലാണ്. സന്തോഷമുള്ള എല്ലാ കാര്യത്തിനും ഇവൻ സിൽവിയയുടെ കൂടെ ഭയങ്കര ചിരിയൊക്കെ ആയിരിക്കും. എന്നാൽ ഒരു വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കേൾക്കും, പക്ഷെ ഒരു സജഷനും കൊടുക്കില്ല, സൊല്യൂഷനും കൊടുക്കില്ല, സപ്പോർട്ടും ചെയ്യില്ല. ഇപ്പൊ സിൽവിയ ചോദിക്കുന്ന ശരിക്കും ഇവന് പ്രണയം ഉണ്ടോന്ന്. ബാക്കി സമയത്തൊക്കെ പറയും ഐ ലവ് യു, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, അങ്ങനെയൊക്കെ. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഒരു സൊല്യൂഷൻ? അത് ശരിയല്ലല്ലോ. നമ്മുടെ എല്ലാ ഘട്ടത്തിലും നമ്മുടെ കൂടെ നിക്കണ്ടേ അവര്? അത് തന്നെ. അപ്പൊ സിൽവി എന്താ ചെയ്യണ്ടേ? സിൽവിയുടെ അടുത്ത് അവന്റെ അടുത്ത് പോയി പണി നോക്കാൻ പറയണം. ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യും. പക്ഷെ സിൽവിയക്ക് ഇവനെ ഭയങ്കര ഇഷ്ടാന്നാ പറയുന്നത്. പക്ഷെ കാര്യമല്ലോ, ഇപ്പൊ ജീവിതത്തിലേക്ക് കടന്നാലും രക്ഷയില്ലല്ലോ കുട്ടിയുടെ കാര്യം. എന്തെങ്കിലും ഇപ്പൊ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അവന്റെ കാര്യം നോക്കി സന്തോഷത്തിൽ മാത്രം ചേർന്ന് കഴിഞ്ഞാൽ കാര്യമല്ലോ. ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവും അതില്. ഓക്കെ, അപ്പൊ സെൽവി ഇവന്റെ കൂടെ മുന്നോട്ട് പോകുന്ന ഒരു മണ്ടത്തരമായിരിക്കും. അതന്നെ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ നിങ്ങൾക്കും ഇതുപോലെ സംശയങ്ങൾ ചോദിക്കാം. 56070 മെസ്സേജ് അയക്കേണ്ടത്. ഫോമാറ്റ് ക്ലബ് എഫ്എം സ്പേസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ സ്പേസ് നിങ്ങളുടെ പേര്. മീര ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് പറഞ്ഞ് ആളുകൾ വ്യത്യസ്തരാ, അവരുടെ ക്യാരക്ടറും ഡിഫറെൻ്റ് ആണ്. ചില ആളുകൾ എല്ലാം എക്സ്പ്രസ് ചെയ്യത്തില്ല, നമ്മളെ കാണിച്ചു തരത്തില്ല അവരുടെ ട്രൂ ഫീലിങ്സ് എന്താന്ന്. അതുകൊണ്ട് ഈ ഗൈഡ് ചിലപ്പോൾ ഒളിച്ചു വെക്കുന്നതായിരിക്കുമെന്ന് ഫീലിങ്സ്. നിശാന്ത് പറഞ്ഞ് ചിലപ്പോൾ വീട്ടുകാരെയൊക്കെ വിചാരിച്ചിട്ട് പേടിച്ചിട്ട് പ്രശ്നങ്ങളുടെ സപ്പോർട്ട് ചെയ്യാത്തതായിരിക്കുമെന്ന്. എന്നാൽ റീനുവിന് വളരെ വ്യത്യസ്തമായൊരു അഭിപ്രായം പറയാനുള്ള. മീര, ജീവിതം എപ്പോഴും സന്തോഷം നിറഞ്ഞതായിരിക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം, ഇപ്പോൾ ആശംസിക്കുകയും ചെയ്യാം. പക്ഷെ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പങ്കാളിയല്ലേ നമുക്ക് വേണ്ടേ? ഒന്നെങ്കിൽ ഇയാളെ അങ്ങനെ മാറ്റിയെടുക്കാൻ മേരിക്ക് പറ്റട്ടെ, അല്ലെങ്കിൽ അതുപോലൊരു പങ്കാളിയെ മേരിക്ക് കിട്ടട്ടെ. ഇഷ്ടപ്പെടുന്ന ആളിൽ നിന്ന് നമ്മളൊക്കെ കൊതിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ട്രസ്റ്റ്, കെയർ, റെസ്പെക്റ്റ്, ലവ്, എല്ലാം. ഒരു കൊച്ചു ജീവിതമല്ലേ നമുക്കുള്ള. പാർട്ട്ണർ ആഗ്രഹിക്കുന്ന ഈ കാര്യങ്ങൾ അയാൾക്ക് കൊടുത്തുകൂടെ? അയാൾ സ്നേഹിക്കുന്ന നമ്മളെയല്ലേ, ജീവിക്കുന്ന നമുക്ക് വേണ്ടിയല്ലേ. ഇയാൾ തന്നെയല്ലേ നമുക്കും എല്ലാം. ഉള്ള സമയം അത്രയും പ്രണയിക്കുമല്ലേ വേണ്ടേ? പ്രണയം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും ഒരർത്ഥമുണ്ട്. പ്രണയം ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല. ഇത് ഒരു അൺനോൺ ഓത്തറാ പറഞ്ഞ്. ഇത് പറഞ്ഞ ആ വ്യക്തിയോട് ഞാൻ റീനു യോജിക്കുക. പ്രണയത്തിൻ്റെ ആധാരം പരസ്പര വിശ്വാസമാണ്. കാലം മാറിയേക്കാം, പ്രണയിക്കുന്ന രീതികൾ മാറിയേക്കാം,
പക്ഷെ ആ പ്രണയത്തിൻ്റെ ആഴം, അതിൻ്റെ ആർദ്രത, അതിന് മാത്രം മാറ്റം ഉണ്ടാവില്ല. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഇന്ന് രാത്രി ഞാൻ റീനു പോവാ. നാളെ തിരിച്ചു വരും വരെ ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.